ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫിറോസ് ദാദു വൈഫ് ആൻഡ് വേൾഡിൽ നിന്നും അരുൺ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ഫോണിലുള്ള അതേ ഫേസ്ബുക്കും യൂട്യൂബിലും എങ്ങനെ ഡൗൺലോഡിംഗ് ഓപ്ഷൻ കൊണ്ടുവരാമെന്നാണ്. അതിനുവേണ്ടി കമ്പ്യൂട്ടറിൻ്റെ സഹായമുണ്ട്. നമ്മുടെ സാധാരണ ജെയിൽ ബ്രേക്കിലൊക്കെ ഉള്ള അതേ ആപ്ലിക്കേഷൻ യൂട്യൂബ് പ്ലസ് പ്ലസ്, ഫേസ്ബുക്ക് പ്ലസ് പ്ലസ്, അതാണ് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിലെങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയുള്ള ഫയൽസ് നമുക്ക് കാണാൻ പറ്റും. അതിനു മുമ്പ് യൂട്യൂബിനകത്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയെന്ന് കാണാം. ഇതിനകത്ത് ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ വരും. ഞാനിപ്പോൾ ഡൗൺലോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇത് കട്ടാകും. ഇതിൽ ഡൗൺലോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതും, ഓഡിയോ മാത്രമായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കാണാൻ പറ്റും. ഇതുപോലെ കാണും. അതിനുശേഷം ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്ത് ക്യാമറ റോളിലോട്ട് മാറ്റാം. അതുപോലെ VLCയിലോട്ട് കോപ്പി ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല ഉള്ളത്, ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്കിലും ഇതുപോലെ തന്നെയാണ്. ഫേസ്ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലൊരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ വരും. ഇതാ കണ്ടില്ലേ, ഡൗൺലോഡ് ഓപ്ഷൻ. ഇത് പ്ലസ് ചെയ്യുമ്പോൾ HD ആണോ SD ആണോ, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ്, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാൻ സ്ക്രീൻ റെക്കോർഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലസ് പ്ലസ് ഓപ്ഷനകത്ത് വന്ന് കിടക്കും, FB ഡൗൺലോഡ്സ്. ഞാനിപ്പോൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തൊരു ഫയലാണിത്. ഇതിന് നമുക്ക് ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, സേവ് ടു ക്യാമറ റോൾ ചെയ്യാം, പ്ലേ ചെയ്യാം. അത് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ യൂട്യൂബിലാണെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അത് പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഒരു പാട്ട് നമ്മൾ ഇട്ടിട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഹോം ബട്ടൺ അടിച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ആവശ്യമുണ്ട്. അത് 2 ഫയൽ, നമ്മൾ ജെയിൽ ബ്രേക്കിൻ്റെ അതേ ഫയലാണ്. ആ ഫയൽ നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കമ്പ്യൂട്ടറിൽ വഴി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ്, ഈ പോസ്റ്റ് കാണുന്നതിന് മുമ്പ് എല്ലാവരും പോസ്റ്റ് ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളുടെ വിജയം. അത് മാത്രമല്ല, കമ്പ്യൂട്ടറിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ ഫോണിലുള്ള യൂട്യൂബും ഫേസ്ബുക്കും ആദ്യം ഡിലീറ്റ് ചെയ്യുക. ഇതുപോലെ ഡിലീറ്റ് ചെയ്യുക. ഫേസ്ബുക്കും ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ വഴി ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. ശേഷം നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് പോകാം. ഓക്കെ. കമ്പ്യൂട്ടറിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ iTunes പുതിയ വെർഷൻ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ iTunes ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരും. അത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ മിക്ക ആൾക്കാരുടെ ആപ്പിൾ ID ചിലപ്പോൾ 2 ഫാക്ടർ ആതൻറ്റിക്കേഷൻ ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്യാൻ വേണ്ടി ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ കയറുക. ഗൂഗിളിൽ മാനേജ് യുവർ ആപ്പിൾ ID എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും മതി, നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് കിട്ടും. ഫസ്റ്റ് തന്നെ കാണിക്കുന്നതാണ്. ആപ്പിൾ ID വെബ്സൈറ്റിൽ കയറുക, നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കതിൽ കാണാൻ പറ്റും, അതിൽ 2 ഫാക്ടർ ആതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. അത് ഞാനിപ്പോൾ ആൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഓൺ ആയിട്ടിരിക്കുന്ന ആൾക്കാർ അത് ഓഫ് ചെയ്യുക. 2 ഫാക്ടർ ആതൻറ്റിക്കേഷൻ അത് ഓഫ് ചെയ്യുമ്പോൾ 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യനും സെലക്ട് ചെയ്യുക. ആൻസറും സെലക്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ടത് ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വരുന്ന 3 ഫയലുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതിൽ ഒന്ന് ഇമ്പാക്റ്റും, മറ്റേത് 2 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട 2 ഫയലാണ്. ഫേസ്ബുക്ക് പ്ലസ് പ്ലസും ഒന്ന് യൂട്യൂബ് പ്ലസ് പ്ലസും. ഇമ്പാക്ടർ സാധാരണ സിപ്പ് ഫയലായിരിക്കും. അത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ്. അതിൽ ഇമ്പാക്ടർ എന്ന് പറഞ്ഞൊരു ഗണ്ണിൻ്റെ സിമ്പലുള്ളൊരു, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ അതിൽ കണക്റ്റ് ആയത് കാണിക്കും. അതിനുശേഷം ഫയൽ ഡ്രാഗ് ചെയ്യുക. അതിലോട്ട് യൂട്യൂബ് ഡ്രാഗ് ചെയ്യുമ്പോൾ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും.
അത് നമ്മുടെ നേരത്തെ നമ്മൾ 2 ഫാക്ടർ authentication ഓഫ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയ ആപ്പിൾ ID ആയിരിക്കണം. അത് ടൈപ്പ് ചെയ്യുക. കുറച്ച് നേരം, ഒരു 2 മിനിറ്റിനുള്ളിൽ ഇത് ഇൻസ്റ്റാൾ ആവുന്നത് കാണാം. ഓക്കെ കൊടുക്കുക. കംപ്ലീറ്റ് കാണിക്കും. കംപ്ലീറ്റ് ആയി സക്സസ്ഫുൾ ആയി. ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും നമ്മൾ CDI ഇമ്പാക്ടർ ഓൺ ചെയ്യേണ്ടതാണ്, രണ്ടാമത്തെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. ഇത് അതേ പ്രോസസ്സ്, ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്യേണ്ടതാണ്. ഫേസ്ബുക്ക് ആദ്യം നമ്മൾ യൂട്യൂബ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഫേസ്ബുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഫേസ്ബുക്ക് അതുപോലെ ഡ്രാഗ് ചെയ്തിടേണ്ടതാണ്. അതേപോലെ ആപ്പിൾ ID ടൈപ്പ് ചെയ്യും. ഇതും ഇതേപോലെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാം കഴിഞ്ഞ് അവസാനം കംപ്ലീറ്റ് കാണിക്കും. കംപ്ലീറ്റ് കാണിച്ചതിന് ശേഷം മാത്രമേ ഫോൺ ഊരാവും. ഫോൺ സിസ്റ്റത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാവും. കംപ്ലീറ്റ് ആയി. ഇത് കംപ്ലീറ്റ് ആയിരിക്കണം. ശേഷം നമുക്ക് മൊബൈൽ ഫോണിലോട്ട് പോകും. മൊബൈൽ ഫോണിൽ നമ്മളത് ഓപ്പൺ ചെയ്തതിന് ശേഷം ജനറൽ എടുക്കുക. സെറ്റിങ്സിൽ ജനറൽ എടുക്കുക. ജനറൽ പ്രൊഫൈൽ ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇവിടെ കൊടുത്ത അതേ മെയിൽ ID കാണാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നെറ്റ് കണക്റ്റ് ആയിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് യൂട്യൂബ് യൂസ് ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ മെയിൽ ID ചോദിക്കും, നോട്ടിഫിക്കേഷൻ ചോദിക്കും. അതിനുശേഷം യൂട്യൂബ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യും. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ നല്ല ടിപ്സാണ്. എല്ലാവർക്കും ഇതിലും വലിയ ഡൗൺലോഡർ വേറെ ഇല്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഫേസ്ബുക്ക് ഡൗൺലോഡ്, യൂട്യൂബ് ഡൗൺലോഡ്.